ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ഒന്നുമല്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് ലവ് ആണ്. അപ്പോൾ സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എനിക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് കാരണമുണ്ട്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ചാനലും വീഡിയോസൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ആണ്, എംബ്രോയ്ഡറി സ്റ്റിച്ചിങ് ഒക്കെയാണ് എൻ്റെ വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് സാധാരണ കിട്ടുന്നത് ഗൂഗിൾ പേ വഴിയാണ് എനിക്ക് പേയ്മെൻറ്റൊക്കെ കിട്ടുന്നത്. ചെറിയ ചെറിയ എമൗണ്ടൊക്കെ ഇങ്ങനെ ഓൾട്രേഷൻ വർക്കൊക്കെ ക്യാഷായിട്ട് കിട്ടാറുണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഗൂഗിൾ പേ വഴിയാണ് കിട്ടാറ്. അപ്പോൾ എനിക്കിത് ഫസ്റ്റ് ടൈമായിട്ട് ക്യാഷായിട്ട് കൈ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ക്യാഷായിട്ട് ആദ്യമായിട്ടാണ് കൈ കിട്ടുന്നത്. അപ്പോൾ ഈ 1000 റുപ്പീസാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ 1000 റുപ്പീസ് കയ്യിലേക്ക് കിട്ടിയപ്പോൾ കാശ് കയ്യിലിരുന്ന് കഴിഞ്ഞാൽ ചിലവായി പോകുന്നതാണല്ലോ പറയാറ്. അപ്പോൾ അങ്ങനെയല്ല, എനിക്ക് ക്യാഷായിട്ട് കൈ കിട്ടിയപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ ഈ 1000 റുപ്പീസ് വെച്ചിട്ട് എന്തൊക്കെയാണ് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിക്കാൻ പോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് വാങ്ങിക്കാൻ പോകുന്നതെന്നുള്ളതാണ്, എന്തൊക്കെ സാധനങ്ങൾ കിട്ടും, ഞാൻ എന്തൊക്കെ വാങ്ങിക്കും, അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഞാൻ മെറ്റീരിയൽ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയിലാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ എന്താ പറയുക, റെഡിമെയ്ഡ് എടുക്കാമെന്ന് ഓർത്ത്. പക്ഷേ റെഡിമെയ്ഡ് എടുത്താൽ നമുക്ക് ഈ ബഡ്ജറ്റിൽ ഒതുങ്ങില്ലല്ലോ. അപ്പോൾ ഞാനൊരു മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ തന്നെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഓർത്തു. അപ്പോൾ ഇതൊക്കെ പ്രിൻറ്റഡ് ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്, അതിന് റേറ്റും കൂടുതലാണ്, വർക്കുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇതൊക്കെ കോട്ട് സെറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന, പെപ്ലം ടോപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന കോട്ടൻ്റെ ഫാബ്രിക്കുകളാണ്. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ ലെഹങ്കാസ്, നമുക്ക് പാൻസ്, പലാസോ പാൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസാണ്. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച് വന്നത്, എനിക്ക് വേണ്ടത് പ്ലെയിൻ മെറ്റീരിയലായിരുന്നു. കാരണം എനിക്ക് തന്നെ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ പ്ലെയിൻ മെറ്റീരിയൽ നോക്കിയിട്ടാണ് വന്നത്. ഞാനപ്പോൾ ഈ ഒരു മെറ്റീരിയലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ബ്ലാക്കും ഒരു ഗ്രീൻ, ഒരു മറ്റേ ചാണകപ്പച്ച കളറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ ഒരു മെറ്റീരിയൽ എടുക്കാൻ ഓർത്തത്. അത്യാവശ്യം കട്ടിയൊക്കെയുള്ള മെറ്റീരിയലാണ്. അപ്പോൾ ഇത് ക്യാമറയിൽ, അത് ഷോപ്പിൻ്റെ ലൈറ്റിലും ക്യാമറയിലൊക്കെ വേറെ വേറെ കളറാണ് കാണിക്കുന്നത്. എക്സാക്ട് കളറ് ഞാൻ ആദ്യം കാണിച്ചൊരു കളറായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എടുക്കാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇതിലെന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാമെന്നാണ് ഓർക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു 2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് നല്ല വീതിയുള്ളൊരു ഫാബ്രിക്കായിരുന്നേ, ലൈനിങ് ഒന്നും വേണ്ട. അപ്പോൾ ഞാൻ ഇത് മുറിച്ച് വാങ്ങിച്ചു 2 മീറ്റർ. ഞാൻ സ്ഥിരമായിട്ട് മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പുകളിൽ ഒരു ഷോപ്പാണ് ഇത്. അപ്പോൾ ഇന്ന് ഇത്തിരി തിരക്ക് കുറവായത് കാരണം പെട്ടെന്ന് തന്നെ മെറ്റീരിയൽ വാങ്ങിച്ചു. നമുക്ക് ഇനി അടുത്തത് ചെരുപ്പ് നോക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. അപ്പോൾ ഞാൻ നെക്സ്റ്റ് ചെരുപ്പ് നോക്കാൻ പോവാം. ചെരുപ്പ് വാങ്ങിക്കാൻ വന്നപ്പോൾ ഒരു കൺഫ്യൂഷൻ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ചെരുപ്പ് വേണോ അല്ലെങ്കിൽ ഷൂ മോഡൽ എന്തെങ്കിലും എടുക്കണോ എന്നൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങാൻ വേണമല്ലോ. അപ്പോൾ ഞാൻ ഒരു ഷൂവും ചെരുപ്പൊക്കെ മാറി മാറി നോക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ഷൂവിന് അത്യാവശ്യം നല്ല റേറ്റ് വരുന്നുണ്ടായിരുന്നു, 500 എബോവ് ആയിരുന്നു. അതുകൊണ്ട് ഞാനിത് എടുത്തില്ല. പിന്നെ ഈ ഇരിക്കുന്നതൊക്കെ റേറ്റ് കുറവാണ്, പക്ഷേ ക്വാളിറ്റി ഇല്ലയെന്ന് അവിടെ തന്നെ ഷോപ്പിൽ തന്നെ പറഞ്ഞു. നമുക്ക് വെള്ളമൊന്നും നനയ്ക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ ലാസ്റ്റ് ഞാൻ ഇതാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഇത് വെള്ളത്തിലൊക്കെ ഇടാമെന്ന് ആണ് പറഞ്ഞത്. നമുക്ക് സോളൊക്കെ നല്ല സോളാണ്, അപ്പോൾ കാണാൻ അത്യാവശ്യം നല്ലതാണെന്ന് തോന്നി. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഞാൻ വാങ്ങിച്ചതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചെരുപ്പാണ് ഞാൻ സെലക്ട് ചെയ്തത്. അങ്ങനെ ചെരുപ്പ് വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് പോകുന്നത് കമ്മൽ നോക്കാനാണ്. നല്ല വെയിലായിരുന്നു ഇവിടെ. രാവിലെ നല്ല മഴയൊക്കെ ആയിരുന്നു. മഴ മാറി കഴിയുമ്പോൾ നല്ല പൊരിഞ്ഞ വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ അടുത്ത് നമുക്ക് ഇയറിങ്സ് നോക്കാൻ വേണ്ടിയിട്ട് പോവാം. അപ്പോൾ ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ പാർട്ടി വെയർസൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. നോർമൽ നമുക്ക് എല്ലാ ഡ്രസ്സിൻ്റെ ഒപ്പം ഇടാൻ പറ്റുന്ന ഒരു ടൈപ്പ്, അത്യാവശ്യം കാണാൻ നല്ലതായിട്ടുള്ള, അധികം വെയിറ്റൊന്നും ഇല്ലാത്ത കമ്മലാണ് ഞാൻ നോക്കിപ്പോയത്. ഞാനങ്ങനെ നോക്കിയപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇങ്ങനെ എടുത്തത്. കമ്മലിൻ്റെ കളക്ഷൻസൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ പലപ്പോഴും വരുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നേരത്തെ പണ്ട് മുതലുള്ള കളക്ഷൻസ് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ അത് ഈ ഒരു സംഭവമില്ല, ഈ ഒരു സെറ്റ് മാലയും കമ്മലുള്ളത്, ഇത് ഓണത്തിൻ്റെ ഇടയ്ക്ക് ഇറങ്ങിയതായിരുന്നു, നല്ല ട്രെൻഡായിരുന്നല്ലോ. പക്ഷേ ഇതിൽ നേരിട്ട് കണ്ടപ്പോഴുണ്ടല്ലോ ഒട്ടും എന്താ പറയുക, ക്വാളിറ്റി ഇല്ലായിരുന്നേ. പിന്നെ ഞാൻ കമ്മൽ സെലക്ട് ചെയ്തത് ഇതാണ്. അപ്പോൾ എനിക്ക് 2 കളർ ഉണ്ടായിരുന്നു, ഈ ഒരു ക്രീം കളറും പിന്നെ ഈ ഒരു പീക്കോക്ക് ബ്ലൂ കളറും. അപ്പോൾ ഞാനത് വെച്ച് നോക്കിയതാണ് ഏതാണ് നല്ല ഭംഗി എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു പീക്കോക്ക് ബ്ലൂ എടുത്തു. അതാണ് ഞാൻ വാങ്ങിച്ച മെറ്റീരിയലിന് ഒരു മാച്ചായിട്ട് ഇരിക്കുമല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ ഈ പീക്കോക്ക് ബ്ലൂ ഇയറിങ്സാണ് എടുത്തത്. പിന്നെ ലാസ്റ്റായിട്ട് ഞാൻ ഈ ഒരു ഫ്ലവറിൻ്റെ ക്ലച്ച് ക്ലിപ്പും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഞാൻ വാങ്ങിച്ചത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വീട്ടിൽ പോയിട്ട് ഞാൻ നിങ്ങൾക്ക് ഓരോന്നോരോന്നിൻ്റെ റേറ്റും
പിന്നെ എത്രയായി ടോട്ടൽ എമൗണ്ട് എന്നൊക്കെ ഉള്ളത് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് വീട്ടിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ 1000 റുപ്പീസിൻ്റെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം എത്ര രൂപയായി ഓരോ സാധനങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് മെറ്റീരിയൽ. ഈ ഒരു മെറ്റീരിയൽ എടുക്കാൻ കാരണം എനിക്ക് ഞാനൊരു മോഡൽ റെഫറൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അതിനകത്ത് അതുപോലെ എംബ്രോയിഡറി ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ നല്ല കട്ടിയുള്ളൊരു ഫാബ്രിക്കാണ്, എന്തോ ഒരു കോട്ടൺ ആണെന്നാണ് പറഞ്ഞത്, കറക്റ്റ് എനിക്ക് പേര് ഓർമ്മയില്ല. അപ്പോൾ ഇത് 155 155 ആണ് പെർ മീറ്റർ. അപ്പോൾ 2 മീറ്ററാണ് ഞാൻ എടുത്തേക്കുന്നത്. നല്ല വീതിയുള്ള ഫാബ്രിക്കാണ്, 60 ഇഞ്ച് എന്തോ വീതി ഉണ്ട് ഇതിന്, നല്ല വിട്ടുള്ള ഫാബ്രിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് 2 മീറ്റർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 155 ആണ്. അപ്പോൾ 2 മീറ്ററാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 310 രൂപയാണ് ആയത് കേട്ടോ. അപ്പോൾ ഈ ഫാബ്രിക്കിനായത് 310 രൂപ. പിന്നെ നമ്മളെടുത്തത് ഈ ഒരു കമ്മലാണ്. ഈ ഒരു കമ്മൽ 185 ആണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 185 അല്ല കമ്മലാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ നമുക്ക് 310 185 495 ആയിട്ടുണ്ട്. അപ്പോൾ ഈ കമ്മലും ഈ മെറ്റീരിയലും കൂടി 495 ആണ് ആയത്. പിന്നെ ഈ ഒരു ക്ലച്ച് ക്ലിപ്പാണ് വാങ്ങിച്ചത്, 69 രൂപയാണ് കേട്ടോ ഇതിന്. പിന്നെ ഒരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ, ഇതിന് 430 റുപ്പീസാണ്. ഇത് നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണെന്നാണ് പറഞ്ഞത്, വെള്ളത്തിലൊക്കെ യൂസ് ചെയ്യാം, നനഞ്ഞാലൊന്നും പ്രശ്നമില്ലെന്നാണ് പറഞ്ഞത് കേട്ടോ. ഒത്തിരി സ്പഞ്ചി ചവിട്ടുമ്പോൾ ഇങ്ങനെ പഞ്ഞി പോലെ ഇരിക്കുന്ന ഒരു ഇതാണ്, അതിന് കുഴപ്പമൊന്നുമില്ല, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ്, അതായത് 4 ഐറ്റമാണ് എനിക്ക് 1000 രൂപയ്ക്കുള്ളിൽ വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും വാങ്ങിച്ചതിന് 964 റുപ്പീസ്, 964 രൂപയ്ക്കകത്താണ് നമ്മളിത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പർച്ചേസിങ് വർത്തായിട്ട് തോന്നിയോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കൂടി ചെയ്തേക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം, ബൈ.